നമസ്കാരം. അമ്പിളിമാമനെ പറ്റി അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഏത് അമ്പിളിമാമൻ എന്നായിരിക്കും ചിന്തിക്കുന്നത്? കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കണ്ടും കേട്ടും വളർന്ന നമ്മുടെ സ്വന്തം അമ്പിളിമാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചന്ദ്രൻ. ചന്ദ്രന്റെ വലിപ്പമാറ്റവും പ്രകാശവും കൗതുകത്തോടെ നോക്കി നിൽക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ഈ കൗതുകം മനുഷ്യനെ ചന്ദ്രനിൽ കൊണ്ട് ഇറക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒട്ടനവധി രഹസ്യങ്ങൾ ചന്ദ്രനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഇന്നും മനുഷ്യർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചന്ദ്രനെ കുറിച്ചുള്ള ലളിതമായി മനസ്സിലാക്കാനും അറിയാനും കുട്ടികളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ISROയിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അരുൺ DAയുടെ ചന്ദ്രന്റെ കഥ എന്ന പുസ്തകം. ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നിവിത നശീകാണ്. ഏത് മനുഷ്യ സംസ്കാരം എടുത്താലും അതിന് ചന്ദ്രന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിൽ 10 അധ്യായങ്ങളാണുള്ളത്. ആദ്യം തന്നെ ചന്ദ്രന്റെ കഥ എന്ന അധ്യായം. ആകാശം നോക്കി നിന്ന് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട ഫ്രീഡ റെയ്ലി എന്ന തങ്ങളുടെ അധ്യാപികയുടെ സഹായത്തോടു കൂടി റോക്കറ്റ് നിർമ്മിച്ച ഹോമർ ഹിക്കാമിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും കഥ. രണ്ടാം അധ്യായത്തിൽ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം എന്ന തലക്കെട്ടോടുകൂടി ചന്ദ്രൻ എന്ന പേര് വന്ന വഴിയും പ്രാചീന വിശ്വാസങ്ങളെ പറ്റിയും ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നതിന്റെ നിരവധി സിദ്ധാന്തങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഭൗതിക സവിശേഷതകൾ എന്നതാണ് മൂന്നാം അധ്യായം. ചരിത്രാതീത കാലം മുതൽക്ക് ചന്ദ്രനെ പറ്റി പ്രചരിക്കുന്ന കഥകൾ വെറും കഥ മാത്രമാണെന്നും അനേകം വർഷങ്ങളെടുത്ത് ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ഇതിനൊക്കെ ശാസ്ത്രീയപരമായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചതെന്നും പറയുന്നു. ഇതിലെ അധ്യായം 4 ചന്ദ്രഭൂമി വ്യവസ്ഥയെ പറ്റിയാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസങ്ങളും അവയുടെ പരിക്രമണ രീതികളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, ഗ്രഹണം, ചന്ദ്രന്റെ ഗ്രഹണം, സൂര്യഗ്രഹണം, വേലിയേറ്റം, വേലിയിറക്കം, ഗ്രഹണവുമായി ബന്ധപ്പെട്ട നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം വളരെ വിശദമായ ശാസ്ത്രീയപരമായ തെളിവുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അന്തരീക്ഷവും ആന്തരിക ഘടനയും എന്നതാണ് അധ്യായം 5. ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെക്കുറിച്ചും ആന്തരിക ഘടനയെക്കുറിച്ചും ചന്ദ്രനിലെ ധാതുക്കൾ, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചും വളരെ എളുപ്പത്തിൽ ചിത്രങ്ങളിലൂടെയും തെളിവുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഗലീലിയോ ഗലീലിയുടെ കണ്ടുപിടുത്തവും ബഹിരാകാശ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളിൽ ഒന്നായ വിക്ഷേപണ വാഹനങ്ങളെക്കുറിച്ചും ചരിത്ര സംഭവമായി കണക്കാക്കപ്പെടുന്ന മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച റോക്കറ്റുകളുടെ പ്രവർത്തന തത്വവുമാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ടുവെന്ന് കരുതുന്ന സംഭവങ്ങളെ പറ്റിയുമാണ് അധ്യായം 6 നിരീക്ഷണവും പര്യവേക്ഷണവും എന്നതിൽ പറയുന്നത്. ചന്ദ്രദൗത്യങ്ങൾ എന്നതാണ് 7ാം അധ്യായം. 1950കൾ മുതൽ അമേരിക്കൻ ഐക്യനാടുകളിലെയും സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ പര്യവേക്ഷണത്തിന് ശ്രദ്ധ ചെലുത്തി തുടങ്ങിയിരുന്നു. ആ ശീതസമരകാലത്ത് ബഹിരാകാശത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ശ്രമം. അതിന്റെ ഒരു ഭാഗമായിരുന്നു ചന്ദ്രദൗത്യങ്ങൾ. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ മനുഷ്യദൗത്യങ്ങളായ അപ്പോളോ പദ്ധതിയുടെ ഒരുക്കങ്ങൾ 1960കളുടെ അവസാനം എത്തിയപ്പോഴേക്കും കൂടുതൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഈ അപ്പോളോ ദൗത്യങ്ങളെ കുറിച്ചാണ് അധ്യായം 8ൽ പറയുന്നത്. ഇതിനു മുൻപ് വരെ ആളില്ലാ ദൗത്യങ്ങളായിരുന്നു. അപ്പോളോ ദൗത്യത്തിന്റെ മരണമടഞ്ഞ യാത്രികരെ കുറിച്ചും അപ്പോളോ 11 ദൗത്യത്തിന്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കൂടുതൽ വേഗത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചന്ദ്ര പര്യവേക്ഷണത്തിന്റെ ആധുനിക യുഗത്തിന് തുടക്കമിടുന്നത് ജപ്പാനാണ്. ഈ ആധുനിക കാലത്തെ ദൗത്യങ്ങളെ പറ്റിയാണ് അധ്യായം 9ൽ പറയുന്നത്. അധികം വൈകാതെ ചന്ദ്രനിൽ പരീക്ഷണശാലകൾ സ്ഥാപിക്കപ്പെടുമെന്നതും ചന്ദ്രനിലേക്ക് വിനോദസഞ്ചാര സാധ്യതകളും പല നിക്ഷേപകരും ആരായുന്നുണ്ട് എന്നതും ശാസ്ത്രത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഗൂഢാലോചനാ സിദ്ധാന്തം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവസാനത്തെ അധ്യായം 10 ചന്ദ്രയാൻ. ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണത്തിനായി 1962ൽ സ്ഥാപിതമായ ഇൻകോസ്പാർ എന്ന ഇന്നത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ വിജയത്തെ പറ്റിയും ഇപ്പോൾ നമ്മൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിലൂടെ ഇന്ന് നമുക്ക് പ്രയോജനപരമായ ദൗത്യങ്ങളെ പറ്റിയും ഒരാമുഖമുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യ കാലഘട്ടം തുടങ്ങി ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നിവകളെ പറ്റി പറഞ്ഞ് കുട്ടികളുടെ അമ്പിളിമാമൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി രഹസ്യങ്ങളുമായി ഭൂമിയിലെ വരും തലമുറകളെ കാത്തിരിക്കുകയാണെന്നും ചന്ദ്രനിലേക്കുള്ള യാത്രകൾ ഒരു വാർത്തയെ അല്ലാതത്ര സാധാരണമാകുന്ന കാലമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഒരു കൊച്ചു പുസ്തകത്തിലൂടെ ചന്ദ്രന്റെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ രചനാ പാടവം എടുത്തു പറയേണ്ടതാണ്. ഇതോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.